മോനെ ഉണ്ണിക്കണ്ണ, എന്താണ് അത്ര വൈകിയേ? നിന്നോട് ഇരുട്ടത്ത് പുറത്തേക്ക് പോവല്ലേന്ന് പറഞ്ഞിട്ടില്ലേ? അതെന്താ അമ്മൂമ്മ? ഇരുട്ടത്ത് നമ്മുടേതാണെന്ന് തോന്നുന്ന നിഴലൊന്നും നമ്മുടേതല്ല. എല്ലാം അയാളുടെ പണിയാ. ആരുടെ? കൃഷ്ണൻകുട്ടിയുടെ. ചോന്ന താടിവേഷവും കെട്ടി ബീഡിയും കത്തിച്ച് കൃഷ്ണൻകുട്ടി ഇങ്ങനെ വരും. കൃഷ്ണൻകുട്ടിയെ കണ്ടവരാരും പിന്നെ ശിവ ശിവ. Just wanna fly, fly, fly above the sky. Over, I am a bird. Just wanna fly, fly, fly above the sky. Whoa. Just wanna fly. Oh, 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 oh. Fly, fly, fly. Just wanna fly, fly, fly. Just wanna fly. Oh. Fly, just wanna fly. Oh, fly, fly, fly. Just wanna fly, fly, fly. Just wanna fly. Oh. கிட்டே தந்தாலும் சொல்லியிருக்கேன்.
அம்மா விட்டு போகாதன்ட்டு எப்போ பார்த்தாலும் ஓடும் எந்த பிரச்சனை என்ன ஆச்சுன்னு எப்போ பார்த்தாலும் ஏன் இப்படி பண்ணுறேன்? அம்மா அம்மா எதை சொன்னாலும் உன் நல்லதுக்கு தான் சொல்லுன்னு தெரியும்ல. அப்போ ஏன் இப்படி எல்லாம் பேசிட்டு இருக்க? இப்போவும் அம்மா கூடயே இருக்கணும், எங்கேயும் போகக்கூடாது. அப்பா பண்ண முறை சுத்தம் பண்ணியாச்சா? அம்மாக்கு உன்னை எவ்வளோ பிடிக்கணும் உனக்கே தெரியும்ல. அப்புறம் ஏன் நான் சொல்கிற பேச்சு கேட்க மாட்டேங்கிறேன்? உனக்கு எத்தனை தடவை சொல்கிறது? ആ തണുത്ത ചായപ്പ് പൂട്ടിയിരിക്കുകയാണല്ലോ. ഞാൻ ഈ തുമ്പ എവിടെ വയ്ക്കും? ചേച്ചി അതോടെ വെച്ചേര്, ഞാനെടുത്ത് വെച്ചോളാം. ഞാൻ പോവാം. நீ அம்மா விட்டு போயிட்டேன்னா அம்மாக்கு யாருக்கா சொல்ல? அம்மா பாவம்ல. நாளைக்கு எப்போவுமே அம்மா கூட தான் இருக்கணும். அம்மாக்கு என் புருஷன் இருக்கணும், எங்கேயும் போகக்கூடாது. എന്താ തുറക്കോ? എന്താ ഒന്നും പറയണ്ട ഇഷ്ടയാ. എന്നോട് ചെറിയങ്ങാടിയിൽ ഇറങ്ങിയ മതി എന്നാ സാർ ചേച്ചി പറഞ്ഞതാ. എന്നിട്ട് ആകെ 2 കിലോമീറ്റർ അപ്പുറത്ത് ഇറക്കി വിട്ടിട്ട് അവിടെ ഞാൻ തിരിച്ച് നടക്കായിരുന്നു. അവിടെയാണെങ്കിൽ കൊടുക്കത്ത് മഴയും. ഇവിടെ മഴയില്ലല്ലേ? എന്നെ മനസ്സിലായില്ലേ? ഞാൻ ഉണ്ണിക്കണ്ണൻ, എക്സ്പ്രസ് ഹോം നേഴ്സ് സർവീസ് വെള്ളിമല. സാർ ചേച്ചി പറഞ്ഞിട്ട് കയറ് കിട്ടാണ്ട് ഒരു കാരണവരും ചത്തു പോരുന്നാണ് സാർ ചേച്ചി നമ്മളെ പഠിപ്പിച്ചുള്ളത്. അതുകൊണ്ടാണ് ലിയോ സാർ വിളിച്ചോണ്ട് ഓട്ടനെ അങ്ങോട്ട് പോകുന്നത്. പെട്ടെന്ന് എത്തിയില്ലേ? ഓൺലി 4 hours. ഇപ്പോഴും മനസ്സിലായില്ലേ? ഡേ ലെറ്റർ തന്നുണ്ട് സാർ ചേച്ചി. ഇവിടുത്തെ അപ്പാപ്പനെ നോക്കാൻ വന്നതാ. ഹോം നേഴ്സ് ഉണ്ണിക്കണ്ണൻ, GNM ILTS. അല്ല ചേട്ടാ, ഇവിടെ ഇപ്പം ആരുമില്ല. എവിടെ പോയി? അവരെല്ലാരും കോഴിക്കോട് ഒരു കെട്ടിന് പോയി. ഇവിടെ ഇപ്പം ഞാനും അപ്പാപ്പനും മാത്രമേ ഉള്ളൂ. അയ്യോ, ഇവിടെ ഇപ്പോ കുട്ടി ഒറ്റയ്ക്കുള്ളൂ അല്ലേ? എന്തിട്ടത്? അല്ല എങ്ങോട്ടാ? അല്ല കുട്ടി ഒറ്റയ്ക്കല്ലേ? വല്ല കള്ളന്മാരാണ്. അത് കുഴപ്പമില്ല, അവിടെ നിക്ക്. ഞാനൊന്ന് നോക്കട്ടെ. വേണ്ട, അവിടെ നിക്ക്. എന്താ നോക്കട്ടെ? അത് കുഴപ്പമില്ല. കള്ളി പൂച്ചേ, ഇവളാണ് ഈ വെച്ചുണ്ടാക്കിയേ. കുട്ടി പേടിച്ചു അല്ലേ? പേടിക്കണ്ടാട്ടാ, ഇനിയിപ്പോ ഞാനും ഉണ്ടല്ലോ. ചേട്ടാ, ഞാൻ പറഞ്ഞല്ലോ അവരൊക്കെ വരാൻ ഇനിയും വൈകും. ഞാനും അപ്പാപ്പനും മാത്രമേ ഉള്ളൂ ഇവിടെ. ചേട്ടാ വീട്ടിൽ നാളെ വല്ലോ. അതെന്തിട്ട് വർത്താനേ പറയണേ? എന്നോട് അർജന്റായിട്ട് വരാൻ പറഞ്ഞല്ലേ ഞാൻ ഓടി പിടിച്ച് വന്നത്. കുട്ടിക്ക് ഇപ്പോഴും എന്നെ വിശ്വാസമില്ല അല്ലേ? ഞാൻ ആ സാർ ചേച്ചിനെ വിളിച്ചാണ്ട് തരാം, അതുപോലെ. ഞാനിവിടെ വന്ന് പെടാൻ മറ്റ പാടെ എനിക്കറിയാട്ടാ. വഴിയിലൊക്കെ ആളോട് ചോദിച്ചിട്ട് ഇങ്ങനെ ഈ കാടിൻ്റെ അകത്തൊരു വീടുള്ള കാര്യം പോലും ആർക്കറിയില്ലേ. അയ്യോ, ഇവിടെ റേഞ്ചും ഇല്ല. ഇവിടെ എവിടെയാ റേഞ്ച് മൂല? ചേട്ടാ കുഴപ്പമില്ല, വിളിക്കണ്ട. ഇവിടെ അപ്പാപ്പ ഉണ്ടല്ലോ. ഞാൻ ആ അപ്പാപ്പന്റെ മുറിയിൽ അടങ്ങി ഒങ്ങി മിണ്ടാണ്ടിരുന്നോളാം. അപ്പൊ പ്രശ്നം തീർന്നില്ലേ? ചേട്ടാ അതൊന്നും ശരിയാവില്ല. ചേട്ടാ വീട് നാളെ വരാൻ നോക്ക്. എന്റെ കുട്ടി ഒന്ന് വിശ്വസിക്കേ. ഞാൻ ആധാർ കാർഡ് കാണിച്ചു തരണ. അതൊന്നും കാണണ്ട. എനിക്കിവിടെ പരിചയമൊന്നുമില്ലേ? അയ്യോ, എന്താ തീ പിടിച്ചിട്ടുണ്ട്. നിങ്ങൾ ടെൻഷൻ ആവല്ലേ? ഒരാള് കരിഞ്ഞെടുക്കും. അയ്യോ, ഇതല്ല അപ്പാപ്പൻ. അതാണ് ഇതിന്റെ ഗുട്ടൻസ് അല്ലേ? എന്തിനാ പാപ്പ ഇങ്ങനെ ധൃതി വെക്കുന്നേ? ഞാനിങ്ങ് വരത്തില്ലേ? ഇപ്പൊ കുട്ടിക്ക് മനസ്സിലായില്ലേ എന്നെ പോലെ ഒരാളുടെ സഹായിക്കാണ്ട് പറ്റിയെന്ന്? അപ്പാപ്പ എന്നെ മനസ്സിലായ? ഞാൻ അപ്പാപ്പനെ നോക്കാൻ വന്നതാ. ഉണ്ണിക്കണ്ണൻ, ഹോം നേഴ്സ്. എന്നിട്ട് അപ്പാപ്പന്റെ പേര് എന്താ? ആളെന്തിച്ച് പറയണ? ഒന്നും മനസ്സിലാവില്ലേ?
പേരാ? ആ ലൂക്ക, ലൂക്ക പാപ്പൻ. ആ അപ്പാപ്പന്റെ പേരല്ലേ എസ്റ്റേറ്റിന്? ഔ കംപ്ലീറ്റ് ഔട്ടല്ലോ. അമ്മേ കംപ്ലീറ്റ് ഔട്ടല്ല. കുട്ടിയുടെ പേരെന്താ? ബിയാട്രിസ്. നല്ല വെറൈറ്റി പേരാട്ടാ. എന്റെ അപ്പാപ്പ എന്നോട് വല്ല ദേഷ്യണ്ടാ? റേഞ്ചിൽ കോളും ഉണ്ടല്ല. സാർ ചേച്ചിയാ? സാർ ചേച്ചി ഹലോ, ഞാൻ അവിടെ എത്തിട്ടാ. ലിയോ സാറും അമ്മച്ചൊക്കെ അവിടെ കല്യാണത്തിനൊക്കെ പോയിരിക്കുക. കുഴപ്പമില്ല, ഇവിടെ മോളുണ്ട്. ഇവിടെ എല്ലാം സെറ്റാ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇവിടെ റേഞ്ച് ഇല്ല കേട്ടാ. സാർ ചേച്ചിയാ? കുട്ടിക്ക് വേണം? വേണ്ട. അതെ, ഞാൻ ഇവിടെ എത്തി ജോയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ആ പൈസയുടെ കാര്യം. ഹലോ, പൈസയുടെ കാര്യം പറയുമ്പോ അപ്പ റേഞ്ച് പോവൂലോ. കുട്ടിക്ക് ഇപ്പൊ എന്നെ വിശ്വാസമായ? എന്നാ ശരി, ഞാൻ അങ്ങോട്ട് അപ്പച്ചനും അമ്മച്ചിയോട് ഞാൻ പറഞ്ഞേക്കാം ചേട്ടായി വന്നെന്ന്. എന്താ? അല്ലതേ, ഞാനത് വർക്ക് ചെയ്യണില്ലെന്ന് ചുമ്മാ നോക്കിന്നല്ലോ. പിന്നെ അപ്പാവന്റെ ആളായിട്ട് നിൽക്കുമ്പോ നമ്മള് ഇതെല്ലാം അറിഞ്ഞിരിക്കണല്ലോ. നാളെ ഞാനായിട്ട് ചീത്താക്കിന്ന് ആരും പറയരുത്. അതെ, ഒരു ചായ കിട്ടോ? പാല് വേണമെന്നില്ല, കട്ടനായാലും മതി. പിന്നെ എന്തെങ്കിലും കഴിക്കാനും കൂടി കിട്ടിയ സന്തോഷം. എന്തിട്ടടം നോക്കണേ, കൈയുടെ തൊലി പോയി. ഇനി മേലാക്കന്മാര് വേഷം കെട്ട് കാണിച്ചാണ്ടല്ലോ മേടിക്കുന്ന. ഇതുപോലെ കുറെ എണ്ണത്തിനെ കണ്ടതാ ഞാൻ. ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടെന്ന് വേറെ ആരും അറിയാത്ത രീതിയിൽ കിടന്നോളണം. മനസ്സിലേ? രാജിക്കോ? എവിടെ പോയത് കുട്ടി? എന്തത്? അവിടെയും മാറി ഇവിടെയും മാറ. ഇയാളെന്താ കാറി നടത്തണ? അമ്മേ, ഇതെന്തിട്ടത്? ഈ വീട് തന്നെയാണോ? ഈ വീട്? ഇത് കൊള്ളാലോ. ഇതിപ്പോ നമ്മളവിടുത്തെ കട പോലെ ആയില്ലോ. പുറത്തു നോക്കുമ്പോ ചെറുതാണെങ്കിലും അകത്ത് തരുക വിശാലായ സംഭവമാണ്. ഹലോ സനോജേ? ഹലോ. റേഞ്ചും ഇല്ലേ? കാട്ടുപോത്താ. സനോജിന്റെ മോൻ പറഞ്ഞിട്ട് പേടിച്ചില്ല. പിന്നെയാണ് കുട്ടിയെ വളഞ്ഞും പൊളിഞ്ഞത് തീരാണല്ലോ. ഇവർക്കിത് പണിതിട്ട് മതിയായിട്ടില്ലേ കുട്ടി? ഇതിന്റെ പ്രത്യേക കറണ്ട് കണക്ഷൻ എടുത്തല്ലേ? ഇതെന്തത്? ഭാർഗവ നിലയം പോലത്തെ ഒരു വീട് ഉണ്ടാക്കിയിട്ടേക്കാണ്. യക്ഷിപ്പാട്ടിന്റെ ഒരു കുറവും കൂടി ഉള്ളു. ഈ വളവന്തിരിവൊക്കെ എന്തിനാണോ? എന്നെ പേടിപ്പിക്കാനാ? എടി പെണ്ണേ, ഉണ്ണിക്കണ്ണൻ ആരാന്ന് നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. വല്ല സാധാരണക്കാരനാണെങ്കിൽ ഇതൊക്കെ കണ്ട് പേടിച്ച് പൂപ്പാട് വന്നേനെ. ഞാൻ ധൈര്യശാലിയായോണ്ട് കുഴപ്പമില്ല. അമ്മേ, കേരളവങ്കടി ആള് പോലിയാലോ. ആന, കുതിര, പാമ്പ്, വന്യജീവികളൊക്കെ ആയിട്ട് ഇടപാട്. കുട്ടി ഓടിയ? എന്തിനു ഓടിയ? കുട്ടിയെ, കുട്ടി കുട്ടിയെ
ആ സനോജേ എടാ നന്നാ നന്നയാ നന്ദിയില്ലാത്ത അറിയുന്നു. നീ എന്താണ് ഫോൺ എടുത്തിട്ട് കട്ടായി കളയണത്? എന്റെ പൊന്നു കൂട്ടാരെ കട്ടാക്കിയതൊന്നുമല്ല, ഇവിടെ റേഞ്ച് ഇല്ലേ. എനിക്കറിയാന്ന് നീ അങ്ങനെ കട്ടാക്കൂലെന്ന്. നീ എന്റെ ചാക്കോ അല്ലേ? ചാക്കുവാ? ആ ചങ്ക് കൂട്ടുകാരൻ. ഞാനിപ്പോ ഫുൾ ഷോർട്ട് ഫോം ഉപയോഗിക്കുന്നത്. എനർജി അത് നന്നായി. അവിടത്തെ സെറ്റപ്പ് എങ്ങനെയുണ്ട്? ഇവിടത്തെ സെറ്റപ്പ് എന്തിട്ട് ഇഷ്ടം പറയേ. ഒരു കൊടുങ്കാടിന്റെ നടുക്ക് ഒരു വലിയ വീടും ഒരു കൊരട്ട് തന്തിയും, പിന്നെ ആകെയുള്ളൊരു സമാധാനം ഒരാറ്റമ്മമാരുള്ള ഒരു ഐറ്റം ഇവിടെ ഉണ്ട്. അവളുടെ നെറുന്നല്ലോ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ടാറ്റു കേട്ടാ. ഹലോ ആ പിന്നെയും പോയാ ചാക്കു? എന്നാലും ടാറ്റുകൾ എവിടേക്ക് പോയേ? ഇതെവിടെ നീ പാട്ട്? ഐ കൊള്ളാലോ, യക്ഷിപ്പാട്ടും കൂടി വന്നപ്പോ പൂർത്തിയായി. പാപ്പനല്ലേ അപ്പൊ അവിടെ കിടക്കണത്? അതാരാന്ന് പറഞ്ഞേ? ലാസറാപ്പാപ്പൻ. ലൂക്കാപ്പാപ്പനും ലാസറാപ്പാപ്പനും ഇരട്ടകളാ. ലാസറാപ്പാപ്പൻ മരിച്ചുപോയി. അത് മനസ്സിലായി. അതല്ല മാലയിട്ട് വെച്ചാണേ. ചേട്ടായി കാപ്പി കുടിക്കേ. ആ എന്തിട്ട് വീടോ, ഞാൻ തന്നെ തിരക്കിട്ട് ഇറങ്ങിയത്. എന്നിട്ട് ഉള്ള ഇടനാഴി കൂടിയൊക്കെ നടന്ന് എന്റെ വഴി തെറ്റി. നിങ്ങളൊക്കെ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണോ അതിന്റെ അകത്തൂടി നടക്കണത്? ചേട്ടായി ആദ്യമായിട്ടല്ലേ, ശീലായിക്കോളും. പോലെ ഇവിടെ ഇരിക്കി, സംസാരിച്ചിരിക്കാം. ചേട്ടായി കൈവിട്, എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. ഒന്ന് നിന്നേ. എനിക്കെല്ലാം അറിയാട്ടാ. എന്ത്? നിങ്ങളൊക്കെ ശ്രീലങ്കക്കാരല്ലേ? ശ്രീലങ്കക്കാര് സാറ ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ട്. നോക്കിയും കണ്ടു നിന്ന് കഴിഞ്ഞാ നിങ്ങൾ ജാഫ്നയിലേക്ക് പോകുമ്പോ ചിലപ്പോ എന്നെയും കൊണ്ടുപോകുന്നു സാറ ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അവിടെ അപ്പടി വെടിയും പോകാന്ന് പറയണ നേരല്ലേ? ഈ തോക്ക് കണ്ടു കഴിഞ്ഞപ്പോ ആ കാര്യം എനിക്ക് ഉറപ്പായി. ഔ ഏതാ ജിമ്മങ്കടി ചേട്ടനാ? എന്നിട്ട് പേര്? ബെനഡിക്റ്റ്. കൊള്ളാം. എന്തിട്ട് കാടാ? യക്ഷിയുടെ ചുണ്ണാമ്പ് വെച്ച് വരോ? ഇവിടെ ആകെയുള്ള രക്ഷ ഞാനാ. അയ്യോ, കുട്ടിയുടെ ഉണ്ടായിരുന്ന? അപ്പാപ്പനെ നോക്കാനാന്ന് പറഞ്ഞു വന്നിട്ട് ചേട്ടാ എന്നേരം ഇതിലെ കറങ്ങിടക്കാണല്ലോ. ഹേയ്, ഞാൻ വെറുതെ പുറത്തൊക്കെ ഒന്ന് ചുറ്റി കാണാൻ. ആ കൊള്ളാം. അപ്പാപ്പനോട് അന്വേഷിച്ച ആരുണ്ട്? ആള് നല്ല ഉറക്കാ. ഇനി എണീക്കില്ല. അല്ല, നല്ല സൂപ്പർ ഉറക്കത്തിലാന്ന്. ആള് കുറെ കാലായി കിടപ്പ് തുടങ്ങിട്ട്. ഇതിപ്പോ ഇങ്ങനെ ആയിട്ട് 1 മാസമായിട്ടുള്ളൂ. അതല്ലേ? ശരിക്കും എന്തിട്ടുണ്ടായേ? ഒരു ദിവസം ഞങ്ങളാരും ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം വന്ന് നോക്കിയപ്പോഴത്തേക്കും അപ്പാപ്പൻ തലടിച്ച് വീണെടുക്ക പൂളിന്റെ അവിടെ. അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല, ചത്തുപോയെന്നാ കരുതിയേ. പിന്നെ ഇങ്ങനെയായി. അല്ലെങ്കിൽ തന്നെ ഈ വീടിന്റെ ഒരറ്റത്തുനിന്ന് ഒരാൾ നിലവിളിച്ചു കഴിഞ്ഞാ അപ്പുറത്തെ അറ്റത്തേക്ക് കേക്കുവോ? എവിടേക്ക് പോയേ? ഇതിവിടെ എത്തിയ ഇതിപ്പോ ഏകദേശം ഒരു എത്ര ഏക്കർ ഉണ്ടാവും? എന്താ വാങ്ങാൻ വല്ല പരിപാടി ഉണ്ടോ? ഓ, അത് നമ്മളാക്കിയതാന്ന് മനസ്സിലായി. എന്നാലും കുട്ടി പറ, വെറുതെ ഏകദേശം എത്ര ഏക്കർ ഉണ്ടാവും? ഒരു 10-20 ഏക്കർ കാണും. 20 അല്ലേ? അതെ, ഇവിടെ വന്ന് കുട്ടിയെ കണ്ടപ്പോ എനിക്ക് ഗിരിജേടത്തി ഓർമ്മ വന്നേ. ഗിരിജേടത്തിയാ? ആ, ഗിരിജേടത്തി. ഞങ്ങളുടെ നാട്ടില് ഇതുപോലെ കാട് പിടിച്ചിറക്കണ പറമ്പിന്റെ ഒത്ത നടുക്ക് ഒരു ബംഗ്ലാവ് ഉണ്ട്. ചലങ്കമാല എന്നൊക്കെയാണ് ഞങ്ങൾ അതിനെ പറയാ. അവിടെ ഒരു ഗിരിജേടത്തി ഉണ്ട്. സുന്ദരി, നല്ല വെണ്ണം പോലത്തെ ദേഹം, ചന്ദനം മണക്കണ ശരീരം. അന്നത്തെ കാലത്തെ എല്ലാ
എല്ലാവരും ഈ ഗിരിജടത്തിന് പുറകെയായിരുന്നു. പക്ഷെ ഈ ഗിരിജടത്ത് പോയി കെട്ടിയത് ഒരു മൂത്ത് പഴുത്ത പ്രഭാകരനെയാ, കാശുകാരനാണേ. പക്ഷെ ഗിരിജടത്തി ആള് സൂപ്പറല്ലേ, ആൾക്ക് വേറെ ലൈൻ വരികയുണ്ടായിരുന്നു. നമ്മുടെ കഥകളിക്കാരൻ കൃഷ്ണൻകുട്ടി ചേട്ടനായിട്ട്. ആളുടെ ചുവന്ന നാടി വേഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസാ. അങ്ങനെ ഇരിക്കുമ്പോ ഈ ചെലങ്കമാളിൽ നിന്ന് കുറച്ചു ദിവസമായിട്ട് അനക്കൂല്ലേ, ഒച്ചയില്ലേ, വല്ലാത്തൊരു നാറ്റോ. പുറം പണിക്കാര് വാതിൽ ചവിട്ടി വിളിച്ച് അകത്ത് കയറിയപ്പോ നാട്ടുമുറ്റത്ത് കിടക്കുക ഗിരിജടത്തിയുടെ പുഴുത്ത് നാറിയ ശവം. എല്ലാരും പറഞ്ഞു കൃഷ്ണൻകുട്ടി പണി പറ്റിച്ചോന്ന്. പിന്നെ പോലീസുകാരും നാട്ടുകാരൊക്കെ കൃഷ്ണൻകുട്ടീനെ തിരക്കി നടക്കുക. ആളെ കാണൂ, കൃഷ്ണൻകുട്ടീനെ പിന്നെ ആരും കണ്ടിട്ടില്ല. അവസാനം ഇതുപോലൊരു പൊട്ടക്കുളത്തില് 3-ാം പക്കം കൃഷ്ണൻകുട്ടിയുടെ ശവാങ്കട് പൊന്തി. അവിടെ കൊണ്ടൊന്നും തീർന്നില്ലേട്ടാ. പിന്നീട് ഞങ്ങൾ നാട്ടുകാർക്കാർക്കും രാത്രിയിൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. നാട് വിട്ടുപോയ പ്രഭാകരനെ തപ്പി കൃഷ്ണൻകുട്ടിയുടെ ആത്മാവ് ഇറങ്ങണതാ. ചുവന്ന താടി വേഷം കെട്ടി ഞങ്ങളുടെ നാട്ടിലെ ഇടവഴികളിലൂടെ എങ്ങനെ ഇറങ്ങി നടക്കും കൃഷ്ണൻകുട്ടി. നമ്മൾ രാത്രി ഇതുപോലത്തെ വഴി കൂടെ ഒക്കെ പോകുമ്പോ പുറകേന്നൊരു വിളിയാ. അതെ, ഒരു ബീഡിയുണ്ടോ എടുക്കാൻ? പേടിച്ച? അയ്യേ, ഞാൻ പറ്റിച്ചതല്ലേ. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ തന്നെയല്ലേ പണി. ഈ ഭൂതം പ്രേതം പിശാച് എന്നൊക്കെ പറയണത് ആളുകൾ വെറുതെ പറ്റിക്കാൻ പറയണതാ. പിന്നെ കുട്ടിയുടെ ഹാർട്ട് ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് കുട്ടി പേടിച്ചതാ. നല്ല ഉത്തരം പേടിക്കുന്ന വിചാരിച്ചില്ലേട്ടാ. പിന്നെ ഈ ശാസ്ത്രത്തിൽ മാത്രം നമ്മൾ വിശ്വസിക്കാൻ പാടുള്ളൂ, അന്ധവിശ്വാസം പാടില്ല ട്ടാ. നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ എന്തോരം വീടുകളാ. അവിടെ ഒക്കെ ഒരു അപ്പാപ്പനുണ്ടാവും, കൂടെ ഒരു പട്ടീണ്ടാവും. ഈ അപ്പാപ്പൻ ചത്ത് കിടന്ന പോലും ആരും അറിയില്ലേ. എന്തിന് ഇപ്പൊ തന്നെ ഈ വീട്ടില് കുട്ടി ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ട് പോയാലും ആരും അറിയില്ലേ അല്ലേ. എന്നാ പിന്നെ ഞാൻ കുളിച്ചിട്ട് വരാം. വീട് മുഴുക്ക സ്വന്തം ഫോട്ടോ വെച്ചിട്ടാണ് നിറയ്ക്കുക. എന്തിട്ട് ജാതി ചോയ്സ്റ്റേ ഇല്ല. ഇപ്പൊ ഇതിൽ ഏതാ ലൂക്ക, ഏതാ ലാസർ? ലൂക്കാണോ ലാസറാണോ? ഓണർന്ന് കിടക്കാല്ലേ കള്ള. ഒന്നും പറയണ്ട പാപ്പ. അപ്പാപ്പ ഉറങ്ങി കിടന്നപ്പോഴേ അവളൊന്ന് എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞില്ല അപ്പാപ്പ ഉറങ്ങല്ലേ, അപ്പാപ്പ എണീക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവള് സമ്മതിക്കണ്ടായില്ല. വല്ലാത്ത ക്ഷീണം. ഞാൻ കുളിച്ചിട്ട് വരാം. എന്തിട്ട് ബബ്ബ കോഴി വിളിക്കണ എന്നെ വിളിക്കരുതിട്ടാ. എന്റെന്ന് അവിടെ എന്തിട്ടാ? അല്ല, ചേട്ടായി കുളിക്കാൻ പോയില്ലേ? ആ പോവായിരുന്നു. പപ്പനെന്തോ ഒരു പരവേശം പോലെ. എന്താണോ? എന്തു പറ്റി? എന്തിനാ ബഹളം വെക്കുന്നേ? ചേട്ടായി ഇപ്പൊ കുളിക്കാൻ പോവും. അവരെല്ലാരും വരാൻ ഇനിയും വൈകും. അപ്പാപ്പനോട് അടങ്ങി ഒതുങ്ങി കിടക്കണം കേട്ടോ, ഇല്ലെങ്കിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടാവില്ലേ? അല്ല, എനിക്കെന്ത് ബുദ്ധിമുട്ട്? ഞാൻ ഇപ്പൊ കുളിക്കാൻ പോയി കഴിഞ്ഞാലും എന്റെ 2 കണ്ണും 2 കാതും ഇവിടെ തന്നെ ഉണ്ടാവും. കിളവൻ കിട്ടി കേട്ടാ. അവര് വരെ ലേറ്റ് ആവുന്ന്. ഞാനെന്നാ പെട്ടെന്ന് കുളിച്ചിട്ട് ഇയാളെവിടെ പോയി? പാപ്പോയ്, അപ്പാപ്പാ, ഇവിടെ തന്നെയാ.
ഇവിടെ വന്നിരിക്കല്ലേ? അത് ശരി, അപ്പാപ്പന്റെ വണ്ടി തന്നെ ഈ കിണി സൗണ്ട്. ചേട്ടായി കുളി കഴിഞ്ഞ് വന്നോ? അപ്പാപ്പൻ നേരത്തെ ഭക്ഷണം കഴിച്ച് കിടക്കും, അതാ പതിവ്. പിന്നെ അപ്പച്ചനും അമ്മച്ചി എത്തിയിട്ടുണ്ട്. ആ അതവരല്ലേ? ഞാൻ കുളിച്ചോണ്ടിരുന്നപ്പോ കോളിംഗ് ബെല്ല് കേട്ടായിരുന്നു. അവരൊക്കെ എവിടെയാ? അപ്പച്ചൻ അവിടെ ഇരുന്ന് TV കാണുന്നുണ്ടല്ലോ. ഞാൻ വന്ന കാര്യം പറഞ്ഞായിരുന്ന? ചേട്ടായി വന്നപ്പോ തന്നെ ഞാൻ അപ്പച്ചനെ വിളിച്ചു പറഞ്ഞായിരുന്നു. കുട്ടി അതൊക്കെ നേരത്തെ പറയണ്ടേ? ലിയോ സാർ വിചാരിച്ചിട്ടുണ്ടാവും ഈ സാറ ചേച്ചി പറഞ്ഞു വിട്ടാണ് ഒരു ഉണ്ടാക്കണല്ലോ എന്റെ മോള് തന്നെയാലോ എല്ലാ പണി എടുക്കണേന്ന്. ഈ ഞങ്ങളെ പോലെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ ഹൗസ് ഓണർ ആയിട്ടുള്ള സിങ്ക് ഭയങ്കര ഇമ്പോർട്ടന്റാ. മനസ്സിലായ? ഞാൻ ആളൊന്ന് പരിചയപ്പെട്ടു വരാം. പിന്നെ നമ്മൾ തമ്മിലുള്ള ബന്ധം പുള്ളിയറിയണ്ട. പപ്പോയ് തിരിച്ചു വന്നിട്ട് കഞ്ഞി തരാട്ടാ. ഈ പെണ്ണ് എന്തിട്ടാണോ എന്നെ കുറിച്ച് പറഞ്ഞു കൊടുത്തുള്ളത്? ലിയോ സാർ ആള് ചൂടായിരിക്കോ? ആടുണ്ടല്ലേ ലിയോ സാറേ. അതേ അവിടെ ആരും ഇല്ലാട്ടാ. എന്നാ ചേട്ടായി? കുട്ടിയുടെ അപ്പച്ചൻ അവിടെ ഇല്ലാന്ന്. TV ആണോ? പക്ഷെ അവിടെ ആളില്ലേ? ആണോ? ഈ അപ്പച്ചനെ കൊണ്ട് തോറ്റു. TV ഓണാക്കി വെച്ച് പോയേക്കുവാ. ഇതിപ്പോ ഞാനായിരുന്നെങ്കിൽ മല മറിക്കണ പ്രശ്നമായെന്നെ. ഫാൻ്റെ സ്വിച്ച് ഇട്ടു, ലൈറ്റ് ഓണാക്കി. ചേട്ടായി ഇരിക്കും. അപ്പച്ചൻ കുളിക്കാൻ പോയതായിരിക്കും. ഞാൻ ഭക്ഷണം കഴിക്കാൻ വിളിച്ചായിരുന്നേ. അപ്പാപ്പാ, നാരങ്ങക്കറി വേണോ മാങ്ങക്കറി വേണോ? നാരങ്ങ മതിയോ? ഈ ഭാഷയൊക്കെ അറിയാലേ? ചേട്ടായി കൊടുക്കുവോ അതോ? അയ്യോ ഞാൻ കൊടുക്കാം. ഞാൻ കൊടുക്കണായിരിക്കും. അപ്പൊ അവരിഷ്ടം. എങ്ങനെ തരും? കഴിക്ക പാപ്പ. പാപ്പ നിന്നെ ബലം പിടിക്കണ കഴിക്കങ്ങട്. നല്ല ഉഗ്രം കഞ്ഞില്ലേ? കഴിക്ക്. അപ്പാപ്പന് ബിരിയാണി ഒക്കെ വേണോന്നാ തോന്നണല്ലോ. ഇനി അമ്മച്ചി പറ വിശേഷമൊക്കെ. സിനിമോള ഫോട്ടോ വെച്ചെന്ന ഫ്രോക്ക് തന്നെയല്ലേ ഇട്ടെ? സിനിമോള അവളോട് പറഞ്ഞില്ല എനിക്ക് പഠിക്കാനുള്ളതുകൊണ്ടാ വരാൻ പറ്റാനേന്ന്. DC വന്നായിരുന്നു അമ്മച്ചി. കുട്ടി എന്നെ ചേട്ടായി നാരങ്ങക്കറി വേണോ? അയ്യോ ചേട്ടായി, ഞാൻ പരിചയപ്പെടുത്താൻ മറന്നുപോയി. സോറി കേട്ടോ. അമ്മച്ചി, ഇതാണ് സാർച്ചി പറഞ്ഞു വിട്ട പുതിയ ഹോം നേഴ്സ് ചേട്ടായി. ചേട്ടായി, ഇതാണ് എന്റെ അമ്മച്ചി. എന്നെ പറ്റി ചേട്ടായി? എന്റെ അമ്മച്ചിയാ? അമ്മച്ചിയെ കണ്ട ഭാഗങ്ങളും കാണിക്കും. പക്ഷേ കണ്ടോ, ചിരിക്കുന്നുണ്ടോ? പാവം ചേട്ടായി അമ്മച്ചി. ആള് വന്നപ്പോ തൊട്ട് നാട്ടിലോരോ കഥകൾ പറയാം എന്നോട്. പിന്നെ നല്ല വൃത്തിയും എടുപ്പൊക്കെ അമ്മച്ചി. ആ അപ്പച്ചൻ വന്നല്ലോ. അപ്പച്ച, ഇതാണ് അപ്പാപ്പനെ നോക്കാൻ വന്ന പുതിയ ആള്. പേടിച്ചോ? ചുമ്മാ പറ്റിച്ചല്ലേ? ചേട്ടായിക്ക് മാത്രല്ല പറ്റിക്കാൻ പറ്റുന്ന കേട്ടോ. എന്തൊക്കെ നവരസങ്ങളായിരുന്നു മുഖത്ത്. പക്ഷെ ഇത്ര പേടിക്കൊന്നും ഞാൻ കരുതിയില്ല. ഞാൻ പേടിച്ചു. എന്റെ കുട്ടി, ഞാൻ പേടിച്ചിട്ടൊന്നുമില്ല. ആരുമില്ലാത്ത കസേര നോക്കി സംസാരിക്കണ്ടാണ് പേടിക്കല്ലേ? ഞാൻ അപ്പളെ പറഞ്ഞല്ലേ, നമ്മളൊക്കെ ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ടീമാണ്. നേരിട്ട് കാണാണ്ട് കേൾക്കാണ്ട് ഒരു കാര്യങ്ങൾ നമ്മളെടുക്കില്ലേ? മനസ്സിലായി മനസ്സിലായി. അമ്മയൊക്കെ വന്നിണ്ടാവൂലേ? അതെ അതെ, ചേട്ടായി പേടിക്കണ്ട. ഇതിപ്പോ അവര് തന്നെയാ. 2 മണിക്കൂർ മുമ്പ് എന്നെ വിളിച്ചായിരുന്നു. അടിവാരത്ത് ബ്ലോക്ക് ഒന്നും ഉണ്ടായി കാണില്ല, അതായിരിക്കും നേരത്തെ എത്തിയേ. ചേട്ടായി ഒന്ന് പോയി നോക്കുവോ? അടുപ്പത്ത് ചിക്കൻ കറി വെച്ചിട്ടുണ്ട്, അടിക്ക് പിടിക്കും, അതുകൊണ്ടാ. അയ്യോ എന്ത് പറ്റി? ചേട്ടായിക്ക് പേടിയാണോ? പേടിയാ എനിക്കാ? എന്റെ പൊന്നുട്ടി, ഞാൻ പോയി നോക്കിക്കോളാം. അല്ലെങ്കിൽ തന്നെ ഞാനായിട്ട് പോയി സ്വീകരിച്ചില്ല എന്നൊരു പരാതി വേണ്ട. ശരി. താരപ്പോ ഓഫ് ചെയ്തേ. ആ സാർ ദാ വരണു. എത്തി സാറേ. ആരാത്? ലിയോ സാറല്ലേ? ലിയോ സാറേ? കുട്ടി, കുട്ടി തുറക്ക്. ഞാൻ അവിടെ പെട്ടുപോയിരിക്ക. കുട്ടി തുറക്ക്.
ശ്ശേ. എന്തു പറ്റി ചേട്ടായി? അല്ല അവിടെ ആരോ ഒരാള് അങ്ങനെ. ആ അത് വാച്ച്മാൻ ചേട്ടനാ. റൂമിന്റെ ചാവി എടുക്കാൻ വന്ന. ബെല്ലടിച്ചിട്ട് കിച്ചന്റെ മുമ്പിൽ വന്ന് നിപ്പണ്ടായിരുന്നു. ഞാൻ പേടിച്ചു പോയി. ചേട്ടായി വാ, അവരൊക്കെ വരാൻ ഇനിയും വൈകുന്ന തോന്നണേ. എന്തു പറ്റി ചേട്ടായി? എന്താ ഒന്നും കഴിക്കാത്തെ? ഒന്നും ഇഷ്ടപ്പെട്ടില്ലേ? സെക്യൂരിറ്റി ചേട്ടൻ. ആ അതിവിടെ രാത്രി മാത്രം നിൽക്കുന്നൊരു വാച്ചറാ. രാത്രി നായ്ക്കളെ കഴിച്ചുവിടും. പിന്നെ പുള്ളി റൂമിൽ പോയി ഇരുന്നോളും. എന്തു പറ്റി? ചോദിച്ചെന്നുള്ളോ. എന്താ പറ്റിയേ? പുള്ളിയെ കണ്ട ഞങ്ങളുടെ നാട്ടിലെ കൃഷ്ണൻകുട്ടി ചേട്ടനെ പോലെ ഇല്ലേന്ന്. ആളെ മുഖം ഞാൻ കണ്ടിട്ടില്ല. കഥ പറഞ്ഞ് എന്നെ പേടിപ്പിച്ചിട്ട് ഇപ്പൊ ചേട്ടായിക്കാണോ പേടി? പേടിയൊന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞെന്നുള്ളോ. എന്തായാലും ഈ വീടിന്റെ ചുറ്റും നല്ല കട്ട സെക്യൂരിറ്റി ഉണ്ടല്ലേ അല്ലേ? ചേട്ടായി കഴിക്കേ, ബാക്കി വെക്കല്ലേ. എല്ലാ ദിവസത്തെ അത്താഴവും ജീവിതത്തിലെ അവസാനത്തെ അത്താഴം പോലെ കഴിക്കണം എന്നാ അമ്മച്ചി പറഞ്ഞിരിക്കണേ. അവസാനത്തെയാ? എൻ്റെ അകത്ത് കുടുങ്ങിയില്ല. ആ വന്നല്ല. മോള് കുളിക്കാൻ പോവാ. ചേട്ടാ ഇത് വരുന്നു കേട്ടാ. കിളവങ്കണ്ടി ഉറക്കല്ലേ പോയാ. ഇയാള് ലൂക്കിയല്ല, ലാസറല്ല, ലൂസറാ. അവിടേക്ക് പോയേ. ഇത്ര നല്ല സ്വിമ്മിംഗ് പൂളിലൂടെ കടന്നിട്ട് കുളിമുറിയിൽ പോയി കുളിക്കേണ്ട വല്ല കാര്യമില്ല. ഏത് കുളിമുറിയിൽ നമ്മൾ കുളിക്കണമെന്ന് കണ്ടുപിടിക്കുമ്പോഴേക്കും കുളി കഴിയാവോ. കുളിമുറി കിട്ടി. എടി പത്രകാളി, നിനക്ക് എന്നെ പേടിപ്പിക്കണല്ലേ? പിയേഴ്സാണോ ചന്ദ്രിയാണോ? ഇയാളത് പഠിക്ക. ഇയാളെന്താ കുമ്പിടിയാ? ആരത്? നിക്കവിടെ.
ഇതെങ്കടി കൊണ്ടുപോണേ? ഇവിടെ ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് വിചാരിച്ചാ? കുട്ടി കുട്ടി തുറക്ക കുട്ടി 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 ഇവിടെ ചെറ്റ സനോജ് ഞാൻ ജീവനോടെ തിരിച്ചു വന്ന് അവർക്ക് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേക്കടാ. ഹലോ കൊച്ചേ കൊച്ചേ സനോജ് ഹലോ
ആളെ കൊല്ലാൻ വേണ്ടി പണിതിട്ട് അങ്ങനെ കാലമാണ്. കുട്ടി പിന്നെയും പാട്ട്. എവിടെയാണോ ഇവിടെ ഇനി കുഴിയുണ്ടോ? പ്രണയത്തിലുടമകളായ നമ്മെ പ്രഭാകരനെന്നല്ല മറ്റാർക്കും പിരിക്കാൻ കൊല്ലി. എനിക്ക് മനസ്സിലായി നീ നിന്റെ അപ്പാപ്പൻ ഇവിടെ ഒക്കെ പ്രേതങ്ങളാന്ന് എനിക്ക് മനസ്സിലായി. എന്നതാ ചേട്ടി കൊല്ലല്ലേ? എന്താ പറ്റിയേ? ഞാൻ പൊക്കോളാം. സത്യമായിട്ട് ഞാൻ ടിവിയിലും സിനിമയിലൊക്കെ മാത്രമേ പ്രേതത്തിനെ കണ്ടിട്ടുള്ളൂ. ഞാനൊരു മന്ത്രവാദിനെ വിളിച്ചോണ്ട് വരില്ല. ഞാൻ പോയിക്കോട്ടെ. എന്തൊക്കെയാ പറയുന്നേ? ഞാൻ പ്രേതമൊന്നും അല്ല. കയ്യൊന്നാ പക്ഷെ ഞാൻ ചേട്ടയോട് പറയാത്തൊരു കാര്യമുണ്ട്. അതെനിക്കറിയാം. ഈ തന്തകളവൻ പ്രേതാന്നുള്ള കാര്യല്ലേ? ചേട്ടാ എന്നെ വിശ്വസിക്കേ, ഈ വീട്ടിലൊരു കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പം? പതുക്കെ. എന്ത് കുഴപ്പം? ഇതെല്ലാം അമ്മാമ്മയുടെ പണിയാ. ആരുടെ? അമ്മാമ്മ. ഏതമ്മാമ്മ? അപ്പാപ്പ മണ്ണ് ചുട്ടു കൊന്ന അമ്മാമ്മ. ഞാൻ കണ്ടു. ഈ അമ്മാമ്മ ഞാൻ കണ്ടതാ. ഇവിടെ താഴെ അമ്മമ്മയുടെ തല. എവിടെ? അപ്പാപ്പനുണ്ടായിരുന്നു കൂടെ? അതിന് ഈ അപ്പാപ്പനും പ്രേതാണോ? അല്ല, അമ്മാമ്മയുടെ പ്രേത അപ്പാപ്പനെ കൊണ്ടുപോകാൻ വന്നതാ. അവിടേക്ക് പോതാമത്തിരിക്ക. അപ്പാപ്പനെ കാണാനില്ല. ചേട്ടാ അപ്പാപ്പനെ കണ്ടായിരുന്നോ? അപ്പാപ്പ അവിടെ പുറത്ത്. ഞാൻ ലാസറപ്പാപ്പൻ അല്ല ലൂക്കാപ്പാപ്പൻ. അതകത്തല്ലേ? ചേട്ടാ എന്തൊക്കെയാ പറയുന്നേ? പാപ്പൻ ലാസർ.
അപ്പാപ്പാ 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 അപ്പാപ്പോ ഇവിടേക്ക് എന്തിനു നോക്കണേ? ആ കുട്ടി അപ്പാപ്പന് ഈ വീട്ടിൽ എവിടെയും ഇല്ല. ചേട്ടേ കണ്ട ഇവിടെ ഉണ്ടാ? എന്റെ കിട്ടണല്ലേ? ഞാൻ നോക്കാം. എന്റെ ഉണ്ടായിരുന്നു പോവുകയും ചെയ്തു. ആ നാശത്തിട്ടാ. ചേട്ടായി പൊക്കോ, ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്ക്. എങ്ങനെ? എവിടേക്ക്? ഞാൻ പറയുന്ന കേക്ക്. അപ്പാപ്പനെ അമ്മമ്മ എന്തോ ചെയ്യുന്നുള്ളവരെ ഉറപ്പാ. ഈ വീട്ടിലെല്ലാരും അമ്മമ്മ കൊല്ലും, എന്നെയും കൊല്ലും. ചേട്ടാ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ചേട്ടായിക്ക് എന്തെങ്കിലും പറ്റും. അതുകൊണ്ടാ പറയുന്നത് ഇവിടുന്ന് പൊക്കോ. ഈ പ്രാന്ത് പിടിച്ചെടുക്കണം അമ്മാമ പ്രായത്തിന്റെ മുമ്പിൽ കുട്ടീനെ ഒറ്റയ്ക്കിട്ട് ഞാൻ പോവാനാണെങ്കിലും ഒരുമിച്ച്, ചോവാനാണെങ്കിലും ഒരുമിച്ച്. അവര് നമ്മൾ ഇതിനകത്ത് പൂട്ടിയിട്ടെന്നാ തോന്നണേ. ആ താഴത്തേക്ക് പോവാം. ചേട്ടായി ഞാൻ പറയുന്ന കേക്ക്. അപ്പനും അമ്മയില്ല, ഞാൻ എങ്ങോട്ടും ഇല്ല. എന്റെ കുട്ടി വാശി പിടിക്കല്ലേ? അവര് നമ്മൾ ഇതിന്റെ അകത്തിട്ട് ശ്വാസം മുട്ടിച്ച് കൊല്ലാനുള്ള പരിപാടിയാ. വേറൊരു വഴിയുണ്ട്, വാ രക്ഷപ്പെടാം. ഇതിലെ അവരെല്ലാരും വരുമ്പോ എന്നെ കണ്ടില്ലെങ്കിൽ എന്നെ തേടത്തില്ലേ? അമ്മമ്മ അവരെന്തെങ്കിലും ചെയ്താലോ? ചേട്ടായി ഞാൻ പറയുന്ന കേക്ക്. ചേട്ടാ ഇവിടുന്ന് രക്ഷപ്പെട്ടോ? എന്റെ കുട്ടി ഈ വീടും കാട് കടന്നു കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഒരു അമ്മാമ വരില്ലേ? ഒന്ന് പുറത്തെത്തി കഴിഞ്ഞാൽ ആ സെക്യൂരിറ്റി ജനെങ്കിലും ഉണ്ടാവും കൂടുന്നേ. വന്നേ കൃഷ്ണൻകുട്ടി, കഥ പറഞ്ഞ് നീ എനിക്കിട്ട് തന്നെ പണിതൂല്ലേ? അതല്ലേ പറഞ്ഞു, ഇതിന്റെ അകത്തും പുറത്തും ഒക്കെ ചോരയാ. ബാഗ് ഇവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ കുട്ടിയുടെ അച്ഛനമ്മ നമുക്ക് വഴിയിൽ വെച്ചെങ്കിലും പിടിക്കാം, അവരെങ്കിലും രക്ഷിക്കാം. വാ ചേട്ടായി. എന്താ? അപ്പച്ചനും അമ്മച്ചും പോയ വണ്ടി. ചീത്ത വിളിച്ച പ്രാതങ്ങൾ പേടിച്ചു പോവോ? കുട്ടി പോലെ പഠിക്ക് ഓടിപ്പോണേ. ഇതെന്തുറ്റ സ്ഥലം? അണ്ടർഗ്രൗണ്ടാ. ഇത് സേഫാട്ടാ. നേരം വെളുക്കുമ്പോ അമ്മത്തള്ള പൊക്കോളും. പകല് പ്രേതങ്ങൾ അറിഞ്ഞില്ലല്ലോ. നേരം വെളുക്കണവരെ കുട്ടി ഇവിടെ സേഫായിട്ട് എൻ്റെ കൂടെ ഇരുന്നോളൂ. താരത് തല്ല തള്ള ഒരു ചെറുപ്പക്കാരിയാലോ. ഇത് അമ്മമ്മയുടെ പഴയ ഫോട്ടോയാ. അപ്പാപ്പൻ അമ്മാമ്മയെ ചുട്ടുകൊല്ലുന്ന എന്റെ തലേ ദിവസം എടുത്താ. എന്റെ അമ്മേ വന്നേ, നമുക്ക് അപ്പുറത്തങ്ങനെ പോയി നിൽക്കാം. ചേട്ടായി ഈ വീടിരിക്കുന്നിടത്ത് പണ്ട് മൊത്തം കാപ്പിത്തോട്ടായിരുന്നു. ആ കാപ്പിത്തോട്ടത്തിന്റെ നടുക്കള മരത്തിൽ കെട്ടിയിട്ടാണ് അപ്പാപ്പൻ അമ്മാമ്മയെ ചുട്ടുകൊന്നത്. ചേട്ടായി വന്നത് അമ്മാമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ പറഞ്ഞപ്പോഴേ ചേട്ടായി തിരികെ പോയിരുന്നെങ്കിൽ ഈ കാണാൻ പാടില്ലാത്തൊന്നും കാണുകയില്ലായിരുന്നു, കേൾക്കാൻ പാടില്ലാത്തൊന്നും കേൾക്കുകയില്ലായിരുന്നു. കുട്ടി എന്തുട്ടേക്ക് പറയണേ? ചേട്ടായി അമ്മാമ്മയെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. ഇത്രയും നേരം പേടിപ്പിച്ച അമ്മാമ്മയെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. ചേട്ടായി പറഞ്ഞ ശരിയാ. ഇവിടെ എങ്ങും പ്രേതമോ ഭൂതമോ അമ്മാമ്മയോ ഒന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ആകെ ഒരു രക്ഷയുള്ളൂ, അത് ഞാനാ. തമാശ
തുറക്കടി തുറക്കടി തുറക്കടി. ഒരിടത്തൊരിടത്ത് കടലിനക്കരെ ഒരു നാട്ടിൽ ഒരു പശുക്കുട്ടി ഉണ്ടായിരുന്നു. ഒരു ദിവസം രാത്രി ഇരയെ പിടിക്കാനിറങ്ങിയ ചെന്നായയും കുറുക്കനും ആ പശുക്കുട്ടിയെ കണ്ടു. അവരവളോട് കാട് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. കാട് കാണാൻ എന്നും സ്വപ്നം കണ്ടിരുന്ന പശുക്കുട്ടി അങ്ങനെ നാടുപേക്ഷിച്ച് ഒരുപാട് പ്രതീക്ഷകളോടെ അവരോടൊപ്പം കാട്ടിലേക്ക് പുറപ്പെട്ടു. കാട്ടിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ അവൾ കണ്ട സ്വപ്നങ്ങളിലെ കാടായിരുന്നു മനസ്സ് മുഴുവൻ. കിളികളും മാൻകുട്ടികളും എല്ലാം നിറഞ്ഞ കാട്. വാ,
പക്ഷേ ആ കാട്ടിൽ അവളെ സ്വീകരിച്ചത് കിളികളൊന്നുമല്ല, പകരം മോളു വാ. ഇഷ്ടപ്പെട്ടോ? കണ്ടതാതട. ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുള്ളതാ, ഇവിടെ ഉള്ളതെല്ലാം എല്ലാം എന്റേതാ. എന്റേത് മാത്രം. ഓരോ ദിവസം കഴിയുന്തോറും അവൾക്ക് മനസ്സിലായി, കാടവൾ സ്വപ്നത്തിൽ കണ്ടതുപോലൊന്നുമല്ല. അവളെ കാട്ടിലേക്ക് കൊണ്ടുവന്ന ചെന്നായയും കുറുക്കനും ഇപ്പോൾ അവൾക്ക് ചങ്ങാതിമാരല്ല. അവരാരും അവളോട് മിണ്ടിയില്ല. കാടെന്നും നിശബ്ദമായിരുന്നു. അവിടാകെ ഒരു ശബ്ദമേ കേട്ടിരുന്നുള്ളൂ. മോളു വാ. ചിരിച്ചുകൊണ്ട് വിളിച്ച സിംഹം എന്നും അവളെ കരയിച്ചു. അവളെന്നും സിംഹത്തിന് ഇരയായിരുന്നു. സിംഹം എപ്പോഴും ഇരയെ തേടി നടന്നു. കാട്ടിലെ എല്ലാം ആ സിംഹത്തിൻ്റെതാണ്, അതിൻ്റെ ഇഷ്ടങ്ങൾക്കുള്ളതാണ്. വേട്ടയാടിയ ഇരയെ കാലങ്ങൾ എത്രയോ അത് തിന്നുകൊണ്ടേയിരുന്നു. സിംഹത്തേക്കാൾ നികൃഷ്ടമായ ജീവിയുണ്ട്, വേട്ടയാടിയ സിംഹം തിന്നതിൻ്റെ എച്ചില് തിന്നാൻ വരുന്ന കഴുകൻ. ഇവിടെ ഉള്ള ഒന്നിലും തൊടാനുള്ള അവകാശം നിനക്കില്ല. ഇത് ഞാൻ പണ്ട് നിന്റെ അപ്പനോടും പറഞ്ഞിട്ടുള്ളതാ. ഇപ്പതാ നിന്നോടും പറയുന്നു, ഇവിടെ ഉള്ളതെല്ലാം എന്റേതാ. എല്ലാം മാറി മറിഞ്ഞു ആ ഒരൊറ്റ ദിവസം കൊണ്ട്. മോളോ അവിടെ നിക്ക.
But you made a heart for that to become free. Long, long, long ago. നാളുകൾ ഇനി അധികമില്ല. കാട് കടക്കണം, നാട് കാണണം, അതിനൊരു സൈന്യം വേണം. ലിൻഡോ, 3 കണ്ണുള്ള ലിൻഡോ, കാട് കാണാൻ വന്ന ലിൻഡോ. എടോ ഇത് അതിന് മാത്രമൊന്നുമില്ല, ഒരു 3000 രൂപ താനേ ഉള്ളൂ. പറ്റത്തില്ല സാറേ, എന്നെ വിട്ടേര്. ഞാൻ മരത്തിലയാ എത്ര പ്രാവശ്യം പറഞ്ഞോ നിന്നോട് ഈ കുന്തം പിടിച്ച് നിൽക്കരുത്. ഓടാ, നടക്കണം അങ്ങോട്ട്. എന്റെ പൊന്ന് സാറേ, പെങ്ങടെ മോനായി പോയി. നാട്ടിലെത്താൻ പറ്റാത്തോണ്ട് എന്നോട് കേട്ടി വിട്ടതാ. ഇതിപ്പോ എനിക്ക് പണിയായി. എവിടെ കുഴി? എന്താ പിടിച്ചോ? പോരട്ടെ. ഉണ്ടാ എന്തോക്കോടാ തീട്ടമാരനോർത്തടാ മൊബൈലും കൊണ്ടുവന്നേക്കണത്. പോടാവിടുന്ന്. പിടിക്കണേക്കത് കൊണ്ടേക്കളാ. സൂക്ഷിച്ചു. ആ എന്നാ അപ്പടി. സാറേ, ഇത് വല്ലാത്തൊരു ചെയ്ത്തായി പോയിട്ടാ. 3000 രൂപ എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ 10000 രൂപയുടെ തീട്ടമുണ്ടല്ലോ. താൻ മിണ്ടാന്ന് പണിയെടുക്കണോ? നീ എന്നാ സീൻ പിടിക്കാൻ പോയതാ? ഞാൻ കൊടുക്കട്ടെ? എന്ത് കാണുവാണെങ്കിലും നേരിട്ട് കാണണം. നേരിട്ട് കാണുന്നതിൻ്റെ അത്രയും വരില്ല ഈ 3-ാം കണ്ണുകൊണ്ട് കാണുന്നൊന്നും. അതിന് നീ ആണായിരിക്കണം. പെണ്ണിനെ കാക്കുന്നവൻ. അവന്റെ മുമ്പിൽ അവൾക്കൊന്നും മൂടി വെക്കാനില്ല. ഞാനാണ് തന്നെയാ. അത് നീ കണ്ടിട്ടുള്ളത് പോലെ കൂട്ടിലിട്ടരെ ഏത് നേരം ഇങ്ങനെ തിന്നോണ്ടിരിക്കുന്നത് ഇവിടുത്തെ പോലത്തെ ജാതിയല്ല. ഒരു തവണ എന്നെപ്പോലൊരാണിനെ നീ അറിഞ്ഞ പിന്നെ എത്ര ദൂരേക്ക് പറത്തു വിട്ടാലും പെണ്ണാണെങ്കിൽ അവൾ അന്തിയാവുമ്പോ തനിയെ കൂട്ടി വന്ന് കയറും. വേണമെങ്കിൽ എന്റെ കൂടെ പോര്. പിന്നെ ഒരിക്കലും നീ എന്റെ കൂടെ വിട്ടു പോകില്ല. ഡേവിഡ് 6-ാം തീയതി അല്ലേ ഫംഗ്ഷൻ? ഓർമ്മയുണ്ട്. ആ കുറച്ച് ലേറ്റായാലും ഒന്നും വിചാരിക്കരുത്. അറിയാലോ, അപ്പം കിടപ്പിലാണ്. അയൽ സുഖത്തും ഉണ്ടാവും. അല്ലല്ല, ജാമ്യയിലോട്ട് അടുത്താഴ്ചയാ പോലെ. ഒത്തിരി കാലമായില്ലേ അങ്ങോട്ടൊക്കെ ഒന്ന് പോയിട്ട്. ഒരു കാലത്ത് എല്ലാവരും അവിടെ ആയിരുന്നല്ലോ. അതെ അപ്പം എല്ലാം പറഞ്ഞ പോലെ 6-ാം തീയതിയാണ്. ശരി. ആ ഡേവിഡിൻ്റെ അവിടുത്തെ പാർട്ടി 6-ാം തീയതിയാ. ഞാൻ ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് പോവാം. ഇനി എപ്പോഴാണോ അങ്ങോട്ടൊക്കെ. ആ സാറ് പറഞ്ഞ കാര്യോ? ഒരാളെ വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണോ എന്തോ. എന്തായാലും ഒരാളിവിടെ അത്യാവശ്യമാണ്.
എന്താടി അപ്പുറത്ത് പണിയൊന്നുമില്ലേ? നാളെ രാത്രി ഇവിടെ ആരും ഉണ്ടാവില്ല. എന്നെ നിനക്ക് കാണണ്ടേ? ഈ മൂന്നാമത്തെ കണ്ണുകൊണ്ടല്ല, നിന്റെ മുഖത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ആ 2 കണ്ണുകൾ കൊണ്ട് കാണിച്ചു തരാം.
നീയല്ലേ വലിയ ആണ്. എന്നിട്ടടുത്തും തല്ലാൻ വന്നപ്പോ ഒന്ന് മുട്ടി നിക്കാൻ പോലും പറ്റില്ലല്ലോടാ. എങ്ങോട്ട്? ഇനി 3 കൂടെ ബാക്കിയുണ്ട്. വരട്ടെ, ഓരോന്നായി തീർത്തിട്ട് പോവാം. നീ കളവിട്, നമുക്ക് പോവാം. അവരൊക്കെ നമ്മളെ വെച്ചേക്കില്ല. നീ വരുന്നുണ്ടോ? ഞാൻ പോവേ. നീ പോവോ? അപ്പൊ നിനക്കെന്നെ വേണ്ട? ഞാനില്ല. നീ പോവോ? നീ പോവോ? കൂടെ നിന്ന എന്തും തരും, എന്തും. ഉറങ്ങിക്കോ, നേരെ ഒരുപാടായി. അപ്പാപ്പൻ അയാൾ ഇങ്ങനൊന്നും ചത്താ പോരാ. മോളു വാ. Just wanna fly, fly, fly above the sky.
ഉണ്ണിക്കണ്ണൻ. എന്തിട്ടത്? എന്താ ചേച്ചി ലിയോ സാറും എവിടെ കല്യാണത്തിനച്ച പോയിരിക്കുക. സെക്യൂരിറ്റി ഇവിടെ ആകെ ഒരു രക്ഷയുള്ളൂ, അത് ഞാനാണ്. കൂടെ നിന്നാ എന്തും തരും, എന്തും.
വന്നേ വന്നേ. ചേട്ടായി അവിടെ നിൽക്കേ. അവിടെ നിൽക്കേ. ചേട്ടായി 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 എവിടെയാ? ചേട്ടായി ചേട്ടായി. പറ്റിച്ചാന്ന് കരുതിയോ? പറ്റിച്ചതല്ല, ചുമ്മാ പേടിപ്പിച്ചാലേ. അമ്മേ, അങ്ങനെ ഒരു കൊടുങ്കാടിന് നടുക്കൊരു ബംഗ്ലാവും അതിൻ്റെ അകത്തൊരു കൊരട്ട് തന്തിയും ഏക്ഷിയുടെ മാതിരി ഒരു പെണ്ണും. അവിടെ ഞാൻ അങ്ങനെ ഒരു രക്ഷപ്പെട്ടു. എനിക്ക് മാത്രം അതിന് ഇഷ്ടമാണ്. അത് ശരിയാണ്, നിനക്ക് മാത്രം അറിയുള്ളൂ. ഒരു പെണ്ണ് അവളുടെ അപ്പനെ വീട്ടുകാരെ ഒക്കെ കൊന്നു. എന്നിട്ട് നിന്നെ മാത്രം ഒന്നും ചെയ്യാണ്ട് വെറുതെ വിട്ടു. ഇതൊക്കെ ഞങ്ങൾ വിശ്വസിക്കണം അല്ലേ? എന്തൂട്ടറാ ആളെ ആത്മാർത്ഥമായിട്ടൊരു കാര്യം പറയാൻ നിർത്ത്. അവൻ കാശ് കൊടുത്ത് വെച്ച കള്ളു നീ വയറിറച്ചു കുടിച്ചല്ല. അവൻ വിശ്വസിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ? ഞാൻ വിശ്വസിച്ചിട്ട് പാച്ച പരമ ചെറ്റേന്ന്. എന്തിച്ചടാ പിന്നല്ലാണ്ട് നിനക്ക് കളസം മേടിക്കാനും കോണ മേടിക്കാനും കാശില്ലാന്നോട് ഞാൻ ആ സാറാമ്മടെ കൈയും കാര്യം പിടിച്ചിട്ട് നിനക്കൊരു പണി ഒപ്പിച്ചു തന്നത്. അതെ, മുട്ടം പണി. നീ ഇത് കണ്ട എന്നിട്ട് അവളെന്നെ ശരിക്കും പഞ്ഞി കിട്ടണ സത്യം. ഞാൻ കൈയും തന്നെ എനിക്ക് കൈപാടി പണിയെടുക്കാൻ പറ്റെങ്കിൽ അത് പറ. അതേന്നേ ആളെ വടിയാക്കണ ഓരോ പരിപാടിയായിട്ട് വന്നോളൂ. ഞാൻ ഇത്രയും കഥ പറഞ്ഞിട്ട് എന്ത് കഥ? എന്ത് കഥ? കഥയല്ല കാര്യം. 2 ദിവസം കഴിഞ്ഞ് ദുബായിക്കോ. ഈ വന്ന ആളെ തിരുവനന്തപുരത്ത് കോച്ചിങ്ങിനു. ഞങ്ങൾ 3 കൂടി മൈസൂർ പണിക്കൂ. നീ മാത്രം ഇവിടെ ഭൂതം പ്രേതം പിശാചിനെ പ്രതി ഇവിടെ ഇരുന്നോ? ജീവിതം കോഞ്ഞാട്ടേ പോട്ടൂന്നേ. മാറിയേ എഴുന്നിട്ട് വരണ്ട. ഓക്കെ പോരണ്ട, ഞങ്ങൾ ഈ വഴിക്കാ പോണേ. എന്താ പോരണ്ട? ഇവിടെ ഇരുന്ന് പേടിക്കോ? ഇല്ലട തേച്ചകളെ, തെണ്ടിച്ചകളെന്ന്. അവന് ബാധകരൊക്കെ നടന്നു. അടുത്ത കഥ
ഉണ്ണിക്കണ്ണ, ഒരു ബീഡിയുണ്ടോ എടുക്കാൻ? നീ ആരാ?